ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു എളുപ്പത്തിൽ എങ്ങനെ ഒരു പച്ചടി ഉണ്ടാക്കാമെന്ന് നോക്കാം. സാധാരണ ഞാൻ കുക്കിംഗ് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. സാധാരണ ഞാൻ ചെയ്യുന്നത് വല്ല ഷോർട്സ് വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പം ഷോർട്സ് വീഡിയോ മാത്രം ചെയ്തിട്ടൊരു കാര്യമില്ല എന്ന് എല്ലാവരും പറയുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നൊരു ലോങ് വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം വിഷുവിന് കണി വയ്ക്കാൻ വാങ്ങിച്ച വെള്ളരി ഇവിടെ ഇരിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു എളുപ്പത്തിൽ ഇങ്ങനെ ഒരു വെള്ളരിക്ക ഉണ്ട്, ഒരു പച്ചടി തയ്യാറാക്കാൻ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്നുള്ള ഇതിൽ ഞാൻ പെട്ടെന്ന് അതിനെ കഴുകി വൃത്തിയാക്കി എടുത്ത് കട്ട് ചെയ്ത് അരിയാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ എപ്പോഴും വെള്ളരി ആയാലും ഏത് പച്ചക്കറി ആയാലും നമ്മളതൊന്ന് കഴുകിയതിന് ശേഷം മാത്രം നമ്മൾ അരിയാൻ ശ്രമിക്കുക. അല്ല അരിഞ്ഞിട്ട് കഴുകാമെന്ന് പറഞ്ഞ് അരിഞ്ഞതിന് ശേഷം കൊണ്ടിട്ട് കഴുകരുത്. അതിൻ്റെ വിറ്റാമിൻസൊക്കെ വെള്ളത്തിൽ കൂടി പോകും. അപ്പം നമ്മളത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. തീരെ ചെറുതായിട്ടാണ് പച്ചടിക്ക് അരിഞ്ഞെടുക്കേണ്ടത്. പക്ഷേ ഞാൻ ഇച്ചിരി കൂടെ കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിയുന്നത് കുറച്ച് ഇത്തിരി വലിപ്പം കൂടുതലാണ്. ഇതൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ചെറിയ ഉള്ളിയാണ് ചേർക്കേണ്ടത്. ചെറിയ ഉള്ളി ചേർക്കാൻ തൊലിച്ചൊക്കെ എടുക്കാനുള്ള ഒരു പാട് കഴിഞ്ഞാൽ സവാളയിൽ ചേർക്കുന്നത്. സവാള ചേർക്കുന്ന പറഞ്ഞാൽ ടേസ്റ്റിലൊന്നും കുറവൊന്നുമില്ല. ഇത് ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. പക്ഷേ സവാളയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ട്. നമുക്ക് എളുപ്പത്തിൽ ചെയ്യുന്നതല്ലേ, അപ്പോൾ സവാളയായാലും മതി. അപ്പോൾ സവാള പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെള്ളരിക്കയുടെയും മീഡിയം ടൈപ്പ് വെള്ളരിക്കയുടെയും പകുതിയാണ് എടുത്തിരിക്കുന്നത്, സവാളയുടെയും പകുതിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കൊരു 3 പച്ചമുളകും കൂടെ ഞാൻ അരിയാനായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൽ കൂടി അരിഞ്ഞ് വേവിക്കുന്നതിൽ കൂടി ചേർക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 2 പച്ചമുളകും കൂടെ ഞാൻ അരപ്പരച്ചിട്ട് അതിലോട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞെടുത്തതിന് ശേഷം എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു ചീനിച്ചട്ടിയിലാക്കി നമുക്ക് അടുപ്പത്ത് വേവിക്കാൻ വെക്കണം. ഇനി പച്ചമുളകും കൂടെ അതിൻ്റെ ഒപ്പം അരിഞ്ഞ് എടുക്കാം. അരിഞ്ഞെടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് ചേർത്തിട്ടാണ് ചീനിച്ചട്ടിയിലാക്കി വേവിക്കാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഇത് വെന്ത് വരപ്പോഴത്തേക്കും നമുക്ക് തേങ്ങ തിരുമിയെടുക്കാം. തേങ്ങ തിരുമി അതിന് വേണ്ടുന്ന കാര്യങ്ങൾ തയ്യാറാക്കാം. അപ്പം തേങ്ങ തിരുമി എടുത്തിട്ടുണ്ട്. അതിൽ കടുകുണ്ട്, ചെറിയ ജീരകമുണ്ട്, ഉള്ളിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, പച്ചമുളകുണ്ട്. ഇത് ഇത്രയും അരയ്ക്കാനായിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം നമ്മൾ പച്ചടിക്ക് കടുക് വയ്ക്കാനായിട്ട് മറക്കരുത്. കടുകും കൂടെ അരയ്ക്കണം പച്ചടിക്ക്. ഇത് കറിവേപ്പില, എൻ്റെ അതല്ല കറിവേപ്പ് മരത്തില ഇലയാണ്, നാടൻ കറിവേപ്പാണ്, നല്ല മണമുള്ള നാടൻ കറിവേപ്പാണ്. ഒരു ചെറിയതായി വാങ്ങിച്ച് വെച്ചതാണ്. ഇപ്പം വലിയൊരു മരമായിട്ട് നിൽപ്പുണ്ട്. നിറച്ച് വിത്തുമായിട്ടാണ് നിൽക്കുന്നത്. കൈയാവുമെന്ന് എനിക്കറിയില്ല, കുറച്ചധികം വിത്തുകൾ അതിനകത്തുണ്ട്. അപ്പം ഇനി നമുക്കത് വെന്ത് വരപ്പോഴത്തേക്ക് ഇതിൽ അരപ്പരച്ച് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് അരപ്പിൽ കിടന്ന് ഇത് വേകണം. അതിനിടയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അത്യാവശ്യം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പിട്ടല്ല ഞാൻ വേവിച്ചത്. അപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി തേങ്ങ അരച്ച് അരപ്പ് എടുത്തുകൊണ്ട് വന്ന് അതും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ വേവിച്ച് ഇത് വറ്റി കിടക്കുവാണ്. ഇപ്പം വെള്ളം വറ്റിയിരിക്കുവാണ്. അപ്പോൾ അതിൽ തേങ്ങ എന്ന് വെച്ചാൽ പകുതി വേവി വെള്ളരി കൂടുതലായിട്ട് വേവണ്ട, കുറച്ച് വെന്താൽ മതി. അപ്പോൾ അതിൽ വലിയ വേവൊന്നുമില്ല വെള്ളരിക്ക്. അപ്പോൾ അതിൽ കൂടെ നമ്മൾ ഈ അരപ്പും കൂടെ അരച്ച് ചേർത്തിട്ട് അതുകൊണ്ട് പച്ചമുളകും ഇതെല്ലാം കൂടെ പച്ചയ്ക്ക് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ അരച്ചുകൊണ്ട് വന്നിട്ട് അതിലോട്ട് എല്ലാം കൂടെ വീത്തി കൊടുക്കണം. വീത്തി കൊടുത്തിട്ട് നമ്മൾ ഒന്നുകൂടെ നല്ല ഭംഗിയായിട്ട് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്യണം. ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൈര് ചേർക്കുന്ന സമയത്ത് ഇതിൽ ചൂട് മാറണം. ചെറിയ ചൂടേ പാടുള്ള, നല്ല ചൂടിൽ കൊണ്ടൊഴിച്ച തൈരിൻ്റെ ആ കട്ടി കുറഞ്ഞ ഒരു ലൂസായി പോകും. അപ്പം പച്ചടിക്ക് ഒരു ടേസ്റ്റും കാണില്ല, അതിനൊരു കാണാനൊരു ഭംഗിയും കാണത്തില്ല. അപ്പം നമ്മൾ അത് തണുപ്പ് മാറിയതിന് ശേഷം വേണം തേക്കാൻ. എന്നിട്ട് നല്ലോണം തൈര് ചേർത്തതിന് ശേഷം നല്ല ഭംഗിയായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കടുക് താളിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ അത്യാവശ്യം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് കടുക് വറുക്കാനായിട്ട് ചെറിയ ഉള്ളിയും വറ്റൽമുളകും പിന്നെ കടുകും ആണ് ആവശ്യം.
പിന്നെ കറിവേപ്പില വേണം. കറിവേപ്പില ധാരാളം ഉണ്ടല്ലോ, അവിടെ മരത്തിൽ ആവശ്യം പോലെ നിൽക്കുമല്ലോ. അപ്പോൾ ആവശ്യം പോലെ നമുക്ക് കറിവേപ്പില ഇടാൻ പറ്റും. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണയിലോട്ട് നമുക്കിതെല്ലാം കൂടെ ചേർക്കാം. ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ടുണ്ട്. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് പച്ചരിയിലോട്ട് ഒഴിക്കാം. പച്ചരിയിൽ ഒഴിച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ അലങ്കാരത്തിനായി വേണമെങ്കിൽ നമുക്കൊരു 2 പീസ് കറിവേപ്പിലയൊക്കെ വെച്ച് ഒന്ന് ഭംഗിയാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് തന്നെ കഴിക്കാനാണെങ്കിൽ പോലും ഒന്ന് ഭംഗിക്ക് ഇരുന്നോട്ടെ. 2 പീസ് കറിവേപ്പില കൂടെ വെച്ചിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നിങ്ങളെല്ലാവരും ഒന്ന് കുക്ക് ചെയ്ത് നോക്കണം. താങ്ക് യു.